തിരുവനന്തപുരം വട്ടപ്പാറ കല്ലയത്ത് ഗാനമേള സംഘത്തിന് നേരെ ആക്രമണം. ഹെവി സൗണ്ട് സിസ്റ്റം, ഹാങ്ങിങ് സിസ്റ്റം എന്നിവ അടിച്ചു തകർത്തു. സൗണ്ട്സ് ജീവനക്കാർക്ക് മർദ്ദനമേറ്റു. പതിയനാട് ദേവീക്ഷേത്രത്തിലെ ദിക്കുബലി ഉത്സവത്തോടനുബന്ധിച്ച് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. തിരുവനന്തപുരം വട്ടപ്പാറ കല്ലയം പതിയനാട് ദേവീക്ഷേത്രത്തിലെ ദിക്കുബലി ഉത്സവം നടക്കുകയാണ്. ആ ദിക്കുബലി ഉത്സവത്തിനോടനുബന്ധിച്ച് നമ്പാട് കാരമൂട്ടിലാണ് ഇന്നലെ ഗാനമേള സംഘടിപ്പിച്ചത്. അത് തിരുവനന്തപുരം രാഗാസ് എന്ന ട്രൂപ്പാണ് ഈ ഗാനമേള സംഘടിപ്പിക്കുന്നത്. ഈ തിരുവനന്തപുരം രാഗാസിന് ശബ്ദവിന്യാസം നൽകുന്നതാകട്ടെ സന്ധ്യ സൗണ്ട്സ് എന്ന സൗണ്ട് കമ്പനി ജീവനക്കാരുമായിരുന്നു. ഈ ഗാനമേള കഴിഞ്ഞ് പുലർച്ചെ 1 മണിയോടെയാണ് ഈ പാക്കിംഗ്, അതായത് ഈ സൗണ്ട് സിസ്റ്റത്തിന്റെ ഒക്കെ പാക്കിംഗ് നടക്കുന്ന ഘട്ടത്തിലാണ് ഒരു 4-5 പേരുടെ സംഘം അവിടേക്ക് എത്തുന്നത്. അതായത് ഈ കാരമൂട് നമ്പാട് കാരമൂട് ഭാഗത്തേക്ക് ഈ വേദിയുള്ള ഭാഗത്തേക്ക് എത്തുന്നതും ഇവർ യാതൊരു പ്രകോപനവും ഇല്ലാതെ ഈ സൗണ്ട് സിസ്റ്റവും ഒക്കെ അടിച്ചു തകർക്കുന്നത്, അതായത് ഹെവി സൗണ്ട് സിസ്റ്റം, ഹാങ്ങിങ് സിസ്റ്റം ഒക്കെ അടിച്ചു തകർക്കുകയായിരുന്നു എന്നാണ് പരാതിക്കാർ പറയുന്നത്. ഇതിലിപ്പോൾ ഈ സന്ധ്യ സൗണ്ട്സ് ഉടമ പ്രശാന്തിനും ഒപ്പം ജീവനക്കാരൻ സൂരജിനും മർദ്ദനമേറ്റു എന്നാണ് അവർ പറയുന്നത്. 25 ലക്ഷം രൂപയുടെ നഷ്ടം അവർക്കുണ്ടായതായി പറയുന്നു. അതിന്റെ ദൃശ്യങ്ങളടക്കം ഇന്നലെ അവർ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചിരുന്നു. ആ മൊബൈൽ ഫോൺ ചിത്രീകരിച്ചതിൽ തന്നെ അവർ പറയുന്നുണ്ട്, ആ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. ഈ സൗണ്ട് സിസ്റ്റം ഒക്കെ അടിച്ചു തകർത്ത് നിലത്തിട്ടേക്കുന്നതും വാഹനമടക്കം അടിച്ചു തകർത്തിരിക്കുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇതിൽ അവർ പറയുന്ന മറ്റൊരു പരാതി, ഒരു 5-6 പേരുടെ സംഘം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആക്രമണം നടത്തിയത് 2 പേരാണ്. അതിൽ ഒരാളുടെ പേര് അനുരാജാണെന്ന് ഇവർ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. മറ്റൊരാൾ കണ്ടാൽ അറിയാവുന്ന വ്യക്തിയാണെന്നും ഇവർ പറയുന്നു. ഈ 2 പേർ ഇവർ മദ്യപിച്ചിരുന്നതായി അവർക്ക് സംശയമുണ്ട്. പക്ഷേ യാതൊരു പ്രകോപനവുമില്ല. ഗാനമേളയുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രകോപനമോ വാക്കുതർക്കമോ ഉണ്ടായിട്ടില്ല. ഇനി ഈ ക്ഷേത്രം കമ്മിറ്റിക്കാരുമായോ ഉത്സവം നടത്തിപ്പുകാരുമായി ബന്ധപ്പെട്ടോ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളുണ്ടോ, അതാണോ ഈ സംഘർഷത്തിൽ കലാശിച്ചതെന്ന് പോലും ഇവർക്കറിയില്ല. കാരണം യാതൊരു പ്രകോപനവും ഇല്ലാതെ ഈ സംഘം വന്നത് അടിച്ചു തകർക്കുകയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. എന്നാണെങ്കിൽ വട്ടപ്പാറ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട് പ്രശാന്ത്, അതായത് സന്ധ്യ സൗണ്ട്സ് ഉടമ പ്രശാന്ത് വട്ടപ്പാറ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതുവരെയും ആരെയും പിടികൂടിയിട്ടില്ല. ഈ പ്രദേശവാസികൾ തന്നെയാണ്, അതായത് ഈ അക്രമത്തിന് നേതൃത്വം നൽകിയവർ ഈ പ്രദേശവാസികളായ യുവാക്കളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഈ പ്രശാന്ത് പോലീസിൽ പരാതിപ്പെട്ടിട്ടുള്ളത്. എന്താണെങ്കിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇവരെ ഉടൻ പിടികൂടുമെന്ന് മനസ്സിലാക്കുന്നു.